ഇൻചാർജ് വിഷ്ണു സാറെ ഇന്നും മൈക്ക് പിടിക്കാൻ ഇതിനുള്ള സഹായത്തിന് വിളിക്കുവാണ്. അപ്പൊ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ ചോദിക്കുകയാണ് ആ വ്യക്തിയുടേത്. സാർ അത് പറയും. ഓക്കെ സാർ, ആ ഫോട്ടോ ഒന്ന് നോക്കിയിട്ട് കണ്ണാടിയുള്ള വ്യക്തിയാണോ? ഉറക്കെ പറയൂ, ഉറക്കെ പറയൂ. അതെ സാർ, സ്ഥലത്ത് കാണരുത്. ഓക്കെ, ഉറക്കെ പറയൂ സാർ. കണ്ണാടിയുള്ള വ്യക്തിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളെല്ലാം അഡ്വക്കേറ്റ്സ് ആവേണ്ടവരാണ്. ശ്രദ്ധിച്ചെഴുതോ. കണ്ണാടിയുള്ള വ്യക്തിയാണ്. സാർ, ഉദ്ദേശിക്കുന്ന ഡ്രസ് എന്താണ്? ട്രഡീഷണൽ ആണോ മോഡേൺ ആണോ? സ്ലീവ്ലെസ് ആണോ വിത്ത് സ്ലീവ് ആണോ? വിത്ത് സ്ലീവ്. ഓക്കെ, ട്രഡീഷണൽ വിത്ത് സ്ലീവ്. സാർ, സത്യം വളരെ പേഴ്സണലായിട്ട് ഈ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണോ? ഈ കൂട്ടത്തിലുള്ള വ്യക്തിയാണ്. സാർ, ഈ വ്യക്തിയുമായുള്ള ബന്ധം എന്താണ്? പേര് പറയാം. ഈ വ്യക്തിയുമായി സാറിന്റെ ബന്ധം ഇത് മെയിലോ ഫീമെയിൽ ആണോ? കണ്ണാടി ഉണ്ട്, ഫീമെയിൽ ആണ്, സാരി എടുത്തിട്ടുണ്ട്, ട്രഡീഷണൽ ഡ്രസ്സിംഗ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാണ് സാറ് പറയുന്നത്. സാറ് കള്ളം പറയും, അതാണ് ശ്രദ്ധിച്ചത്. സാർ, ചിരിക്കുന്നുണ്ടോ? പല്ല് കാണിച്ചാണോ പല്ല് കാണിക്കാതാണ് ചിരിക്കുന്നത്? പല്ല് കാണിക്കാതാണ് ചിരിക്കുന്നത്. ഈ കൂടുതലുള്ളതാണ്. സാറിന് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം പറയാം. സാറിന്റെ ബോസാണ് ഈ വ്യക്തി. എല്ലാവരും ശ്രദ്ധിക്കുക, സാറിന്റെ ബോസാണ് ഈ വ്യക്തി. സാറ് എത്ര പ്രാവശ്യം മീറ്റ് ചെയ്യാറുണ്ട് ഈ വ്യക്തിയെ? ഒരു ദിവസം 3 പ്രാവശ്യം വരെ സാർ ഈ വ്യക്തിയെ കാണാറുണ്ട്. ഓക്കെ, അപ്പം സാർ ആ വ്യക്തിയുടെ പേര് ഞാൻ ചെയ്തിരിക്കുന്നത് വായിക്കാമോ? സാർ, സാർ ആ ബോർഡ് അവിടെ നിന്ന് കാണിക്കും. ഇത് ഗിഫ്റ്റി മിസ് ആണോ? ട്രഡീഷണൽ ഡ്രസ്സാണോ? ട്രഡീഷണൽ ഡ്രസ്സാണോ? ഗിഫ്റ്റിയിലാണോ എഴുതിയിരിക്കുന്നത്? സാർ പറഞ്ഞ എന്തെങ്കിലും സത്യമാണോ? സാറിന് എന്താണ് സംഭവിച്ചത്? ഒരക്ഷരം കൂടി കൊടുത്തു നോക്കാം. സാർ, ഒന്നുകൂടി വായിക്കാൻ എന്താ എഴുതിയിരിക്കുന്നത്? മൈക്കൂടെ പറയൂ സാർ. സാർ എന്തൊക്കെ ചെയ്തിട്ടും ഗിഫ്റ്റി മിസ്സിനെയാണ് കാണുന്നത്. സാറിന്റെ ബോസാണ് ഈ വ്യക്തി. ഒരു ദിവസം 3 പ്രാവശ്യം സാർ മീറ്റ് ചെയ്യുന്നുണ്ട്. കണ്ണാടി ഉണ്ടോ? സ്ലീവ്ലെസ് ആണോ? സ്ലീവ്ലെസ് ആണ്. സാറ് ട്രഡീഷണൽ ഡ്രസ് എന്നാ പറയുന്നത്. അതാണോ? നിങ്ങൾ പറ, എന്താ എഴുതിയിരിക്കുന്നത്? ഈ വ്യക്തിയുടെ പേരെന്താ? ഹണിറോസിനെ കണ്ടിട്ട് ഗിഫ്റ്റി മിസ് എന്ന്. ഓക്കെ, 5 ലെറ്റർ ഉള്ളൊരു ഫീമെയിലിന്റെ പേര്, 5 ലെറ്റർ ഉള്ളൊരു പേര് സാർ നോട്ട് എഴുതാം. സാറിന് ഇഷ്ടമുള്ള സാറിന് എപ്പോഴും മനസ്സിൽ ഓർക്കാൻ പറ്റുന്ന ഒരു പേഴ്സന്റെ ഓരോ ലെറ്റർ 5 ലെറ്ററായി. സാർ ആരെയും കാണിക്കരുത്. ഓക്കെ, സാർ ഒരു വ്യക്തിയുടെ പേര് എഴുതിയിട്ടുണ്ട്. രഞ്ജന, ഒരു രഞ്ജന. രഞ്ജനയ്ക്ക് ഒരു 2 മിനിറ്റ് കണ്ണടച്ച് നിന്നിട്ട് മനസ്സിൽ വരുന്ന ഒരു പേര് എഴുതാം. ഓക്കെ, ഒരു മിനിറ്റ് കണ്ണടച്ച് നിന്നിട്ട് എഴുതാം കേട്ടോ.
ഇച്ചിരി വലുതായിട്ട് എഴുതാം. സാർ പേരൊന്ന് കാണിക്കാമോ? രഞ്ജന പ്ലീസ്, രഞ്ജന എഴുതിയ പേരൊന്ന് കാണിക്കാമോ? സെയിമാണോ? സെയിമാണോ? കൈയിരിക്കുന്നുണ്ട്. നമുക്കൊരു ബിങ്കോ അല്ലെങ്കിൽ ഒരു ലോട്ടോ അല്ലെങ്കിൽ ലോട്ടറിയിൽ കളിച്ചു നോക്കിയാലും ഓക്കെ. ഞാൻ കുറച്ച് റാൻഡം ആയിട്ടുള്ള ചില നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിന് കുറച്ച് പാർട്ടിസിപ്പൻസ് കൂടി വരണം കേട്ടോ. ഈ ബുക്ക് ഞാൻ സാധാരണ കാണിക്കാണ്. എല്ലാം റാൻഡം പേജസ് ഉള്ള ബുക്കാണ്. എല്ലാം വ്യത്യസ്ത പേജ് നമ്പർ അല്ലേ? പേജ് നമ്പർ എല്ലാം വ്യത്യസ്ത പേജ് നമ്പറാണ്. ഓക്കെ. ഞാൻ ബുക്കിങ്ങിനാക്കുന്ന സാധനം ഇഷ്ടമുള്ളൊരു പോയിന്റ് സ്റ്റോപ്പ് പറയും. ഓക്കെ. ഈ പേജ് നമ്പർ ആരും കാണിക്കരുത് വലിയ അക്ഷരത്തിൽ. ഇതാരും കാണിക്കും. ഓക്കെ. സാറിന് മാത്രം അറിയാവുന്ന നമ്പറാണ്. ആരെങ്കിലും സീരിയസ് ആയിട്ട് റാൻഡമായിട്ട് വരാമോ? ഇഷ്ടമുള്ള ഒരു നമ്പർ ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരെണ്ണത്തിൽ തൊട്ട് സാറിന്റെ അടുത്ത് സാറിന്റെ കയ്യിൽ വെച്ച് മാറ്റി കാണിക്കട്ടെ. ആരെയും കാണിക്കട്ടെ. എടുത്തോ. ഒരാളോട് ദയവായിട്ട് മുന്നോട്ട് വരാമോ? പ്ലീസ് വരൂ. ആലോചിച്ച് ചൂസ് ചെയ്യണം. ഏതാ വേണ്ടത്? ഉറപ്പാണോ? 100% ആണോ? മാറ്റമുണ്ടോ? അത് സെലക്ട് ചെയ്യാം. കിട്ടും. നമ്പർ ഉറക്കെ പറയും, കേൾക്കുന്നില്ല. 2 സാറിന് ഏതാ? 6 263. സാർ സെലക്ട് ചെയ്ത നമ്പർ ഏതാണ്? 263. താലിയിട്ട് അറിയാം. അതാണ് നോക്കിയോ. നിങ്ങൾ നോക്കിക്കാണോ ശരിയാണോ അല്ലയോ കേട്ടോ. നിങ്ങളും നോക്കിക്കാണോ. 2 ക്ലോക്ക് ആണ്. ഓക്കെ. മിന്നേട്ടം പഠിപ്പിക്കാൻ പോവാ. ഓക്കെ. തെറ്റുണ്ടെന്നല്ലേ നിങ്ങൾ പറയണം. കറക്റ്റാണോ? കറക്റ്റാണല്ലോ. ഓക്കെ. നോക്കിയല്ലോ. കറക്റ്റാണോ? ഇവനെ വലിച്ച് നല്ല ടൈറ്റാണല്ലോ. ഓക്കെ. ഇവനെ മുറുക്കി പിടിച്ച് കൈ കഴിച്ച് തിരിഞ്ഞി നല്ല മിന്നൊക്കെ കേട്ടി ഇവൻ കൈ പിടിച്ചിട്ടുണ്ട്. മാരേജിന് ഏറ്റവും അത്യാവശ്യം എന്താ? കല്യാണം കഴിച്ചാൽ മതിയോ? പിന്നെ ഉറപ്പായിട്ടിരിക്കണം. എന്താ പറ്റോടെ പെരുമാറുന്നുള്ളത്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? മുറുക്കി പിടിച്ചോ. പിന്നെ ഇല്ലെങ്കിൽ എന്ത് പറ്റും? ആന കിട്ടിയാലും ഡൈനോസർ മുറുക്കി പിടിച്ചാലും കെട്ടും. ശരിയല്ലേ? ജിമ്മിന് ഒരു ചാൻസ് കൊടുക്കാം. ജിമ്മിന് നിൽക്കാമല്ലോ. ഒരു ചാൻസ് തരട്ടെ. അത് വേറെ സ്റ്റേജിലോട്ട്. ഓക്കെ. വരും. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോഡി അകലത്തിൽ വെക്കണം. ബോഡി അകലത്തിൽ കൊണ്ടുവന്നാൽ എന്ത് പറ്റും? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. ഇതിൽ അൺകംഫർട്ടബിൾ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. ഇവരെല്ലാം കൈയടിച്ചത് പ്രോത്സാഹിപ്പിച്ചേ. നമ്മളോട് ഇത്രയും സഹായിക്കാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ഓക്കെ. ഇവരെ പിടിച്ചു.
കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഇവൻ ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ ജിബിൻ വരയ്ക്കും. ഓക്കെ, അപ്പൊ ഇത്തരം സൈബർ ക്രൈമിൽ പറ്റുന്നവർക്ക് എന്താ പറ്റുന്നതെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇതിന്റെ അവസാനത്തെ പ്രോഗ്രാമാണ്. തീരുമ്പോൾ നിങ്ങൾ കൈയടിച്ച് ഫിനിഷ് ചെയ്യണം. ഓക്കെ, റെഡി? 1,